ജെസിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മസാല ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇവിടെ മസാല ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. നമ്മൾ മസാല ആക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കത്തിക്കാം. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരട്ടെ. ഒരു വലിയ സവാള കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലേശം ഉപ്പിട്ട് കൊടുത്താൽ നമുക്കിത് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളകാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കും. കറിവേപ്പില ശേഷം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കും. മസാല ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കണ്ടോ, ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ആയി വരട്ടെ. നമ്മൾ മസാല ഇവിടെ ഉള്ളി വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് തുറന്നിട്ട് എന്തായാലും നോക്കാം. ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, മുളക് പൊടി ഒരു 1/4 ടീസ്പൂണ്, ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ഒരു 3/4 ടീസ്പൂണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. മീനൊരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. നമ്മൾ ചെമ്മീൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് ഇത് ഇവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എനിക്ക് ഒരു ടീസ്പൂണ് സോയ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഒഴിച്ച് ഒന്നുകൊണ്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു ലേശം ഒരു ചെറിയ കഷ്ണം വാളംപുളി എടുത്തിട്ട് പിഴിഞ്ഞതാണ്. അതും കൂടി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ നമ്മൾ മാറ്റി വെച്ച ചെമ്മീൻ ഫ്രൈ ചെയ്തത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്ത് ചെമ്മീനും കൂടി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ലേശം എണ്ണോട് കൂടിയിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കണേ.
ഇനി നമുക്ക് ഇത് പാകത്തിന് ഗ്രേവി ആക്കിയിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാം. ആവശ്യത്തിന് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സെമി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ സെമി റോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.